നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ കേസ് CBIക്ക് വിടണം എന്ന് കൃത്യമായി തന്നെ റിപ്പോർട്ട് കേന്ദ്ര ഇന്റലിജൻസ് ഡയറക്ടർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സഖാക്കളും ഞെട്ടി വിറച്ചു നിൽക്കുന്നു എന്ന് പറയാനാവും. എന്നാൽ ഈ കേസ് CBIക്ക് വിടണമോ വേണ്ടയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് തീരുമാനിക്കുക. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SIT അംഗങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇടപെടാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള അന്തർദേശീയ അന്തർ സംസ്ഥാന കുറ്റകൃത്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിക്ക് CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെയാണ് ഈ കേസിന്റെ നിർണായകമായ ചില വഴിത്തിരിവുകൾ സംഭവിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പൊങ്ങി വരുന്ന സാഹചര്യത്തിൽ എന്താണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യം വരുന്നു. ഈ ചോദ്യത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണവും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതും. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ അടക്കമുള്ള ആഗോള തലത്തിലുള്ള അയ്യപ്പ വിശ്വാസികൾ എല്ലാവരും കരുതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് കൃത്യമായ രീതിയിൽ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കും എന്ന്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം മെല്ലെ മെല്ലെ ദേവസ്വം ബോർഡ് ജീവനക്കാരിലേക്കും അത് CPMന്റെ സമുന്നത നേതാവായ N വാസുവിലേക്കും പത്മകുമാറിലേക്കും എല്ലാം എത്തുമ്പോൾ CPMന് ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെയുള്ള പോലീസുകാരാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അടി മുതൽ മുടി വരെ പിണറായി വിജയന്റെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും കഴിയുന്ന ആഭ്യന്തര വകുപ്പിൽ ഏത് പോലീസുകാരൻ എന്ത് ചെയ്താലും അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ അറിയാതിരിക്കില്ല. അതിനുള്ള സംവിധാനങ്ങൾ CPM എന്ന പാർട്ടി അതിൽ കൃത്യമായി തന്നെ നടത്തിയിരിക്കുന്നു. അതായത് പോലീസിംഗിലും കൃത്യമായി തന്നെ CPMന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ CPM അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സുരക്ഷിതമായ താക്കോൽ സ്ഥാനങ്ങളിൽ പിണറായി വിജയൻ തിരികെ കയറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്. അതെന്ത് തന്നെയായാലും ഓരോ രണ്ടാഴ്ച പിന്നിടുമ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഉണ്ടാകുന്ന പുരോഗതി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിൻ പ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മന്ദീഭവിക്കുന്നതായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് വമ്പൻ സ്രാവുകളിലേക്ക് എത്തുവാൻ വമ്പന്മാരായ ഉന്നതന്മാരായ ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മടി എന്ന അർത്ഥത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടായത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എതിരെ വിമർശനം ഉയർന്നത്. എന്നാൽ അന്നു മുതൽ ഇന്നോളം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കങ്ങൾ ഒന്നും തന്നെ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയായ ഗോവർദ്ധനെയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയെയും എല്ലാം SIT കസ്റ്റഡിയിൽ എടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. എന്നാൽ 2018-19 കാലഘട്ടത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ തീവെട്ടിക്കൊള്ളയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായ പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പത്മകുമാർ അടക്കമുള്ള അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് നിർണായകമായ തെളിവുകൾ ലഭ്യമായി എന്നുള്ള സൂചനകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരാതിരുന്നത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹം തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച ആരോരും അറിയാതെയാണ് കടകംപള്ളി സുരേന്ദ്രനെ തിരുവനന്തപുരത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി SIT വിളിച്ചു വരുത്തിയത് എന്ന് പറയുന്നത് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അഥവാ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും പ്രതിയായിരിക്കുന്ന ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാസങ്ങൾ പിന്നിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ
കൃത്യമായ ഒരു പരിസമാപ്തി കണ്ടെത്തുവാൻ SITക്ക് സാധിക്കാത്തത് അത് SITയുടെ ഭാഗത്തു നിന്നുള്ള മന്ദീഭവിച്ച രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണോ എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. CPM സംഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, സംഘടനാ സ്വാധീനം ഉപയോഗിച്ച് SITയിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയോ ചെയ്തുകൊണ്ട് CPMന് കൂടുതൽ പരിക്കുകൾ ഏൽക്കാത്ത വിധത്തിൽ CPMന്റെ ഉന്നതരായ ആളുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണവും ചോദ്യം ചെയ്യലും എത്താതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും അറസ്റ്റിന് ശേഷം നാളുകൾ അനവധി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിന് മുകളിലേക്ക് SITക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ സാധിക്കാത്തത് എന്ന് പറയുമ്പോൾ അതിന് മുകളിലുള്ള ആളുകൾ പത്മകുമാറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യരായ ആളുകളാണ്, ഉന്നതന്മാരാണ്. ഈ ഉന്നതന്മാർ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുള്ളവരാണെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും CPMന് ഈ ഉന്നതന്മാരെ SITക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇനി കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ള വിവരം വ്യക്തമായിരിക്കുന്നു. അഥവാ ഇനിയും CPM ഉന്നതരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് നടക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ദയനീയമായ പരാജയമായിരിക്കും CPMന് ഉണ്ടാവുക എന്നുള്ളത് പിണറായി വിജയനും കൂട്ടരും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി ഏതു വിധേനയും CPMന്റെ ഉന്നതരിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം വ്യാപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നു, ഗൂഢശ്രമങ്ങൾ നടന്നിരിക്കുന്നു. CBI ഈ കേസിൽ വരും എന്നറിഞ്ഞപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് എന്ന രൂപരേഖ SITക്ക് മുന്നിൽ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. അതെന്ത് തന്നെയായാലും പത്മകുമാറിന് ശേഷം പിന്നീട് CPMന്റെ ഉന്നത തലങ്ങളിലേക്ക് SIT കടന്നു ചെല്ലുന്നില്ല എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേരള ജനത മനസ്സിലാക്കുന്നത്. ഇനിയും ഈ വിഷയത്തിൽ CPMന്റെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ എന്ന് തന്നെയല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങൾ തന്നെ പിണറായി വിജയനെയും CPMനെയും ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിച്ചോടിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി വീട് വീടാന്തരം കയറിയിറങ്ങിയാൽ CPM നേതാക്കളെ ജനങ്ങൾ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിക്കും എന്ന് പിണറായി വിജയനും CPMനും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി SIT CPMന്റെ ഉന്നതരെ അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിൽ എടുക്കുവാനോ സാധ്യതയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നതിന് CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും CBI ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വരികയാണെങ്കിൽ അതിന് മുമ്പായി കൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും, അതായത് രേഖാമൂലമുള്ള എല്ലാ തെളിവുകളും കത്തിച്ച് നശിപ്പിക്കുവാനോ അല്ലാതെയുള്ള തെളിവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തേച്ചു മായ്ച്ചു കളയുവാനോ വേണ്ടത്ര സമയം പ്രതികൾ എന്നാരോപിക്കപ്പെടുന്ന ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നു. CPMന്റെ സമുന്നതരായ ആളുകൾക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഈ ബന്ധങ്ങൾക്ക് ഉതകുന്ന തെളിവുകളെല്ലാം ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, കത്തിച്ചു കളയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പൊതു സമൂഹത്തിൽ ഉയരുന്ന ആരോപണങ്ങൾ, അഭ്യൂഹങ്ങൾ. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് കടന്നു ചെല്ലാൻ SIT ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിനോടകം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10 അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. 10 അറസ്റ്റുകളിൽ 9 പേരും CPMുമായി ബന്ധമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ 90% ആളുകളും CPMന്റെ സംഘടനാ പ്രവർത്തകരോ MLAമാരോ അല്ലെങ്കിൽ CPMന്റെ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ആളുകളോ ആണെന്നറിയുമ്പോൾ ഇനിയും ഒരു അറസ്റ്റ് CPMനകത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു, അഥവാ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഇനി CBI ഈ വിഷയത്തിൽ അന്വേഷണവുമായി എത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്. CBI അന്വേഷണത്തിന് വരികയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ CPMലേക്ക് എത്തുന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. അതെന്ത് തന്നെയായാലും ഇനിയും CPMന്റെ ഉന്നതരിലേക്ക് SIT കടന്നു ചെല്ലുവാനുള്ള സാധ്യത തുലോം വിരളമാണ് എന്ന്
നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും ഇനി CBI വന്നാൽ എന്താണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടാവുക, ആരെയാണ് ഇനി CBI കസ്റ്റഡിയിൽ എടുക്കുക, അഥവാ SIT ഈ കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക്, വമ്പൻ സ്രാവുകളിലേക്ക്, ഉന്നത നേതാക്കളിലേക്ക് എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ആശങ്കകളായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ സജീവമായി തന്നെ പുലരുന്നു. എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.